ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മിക്സ്ഡ് ഗപ്പികളുടെയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതാണ്ട് ഇതിൽ ഈ കിടക്കുന്ന ഐറ്റം ആണ് മിക്സ്ഡ് ഗപ്പികൾ എന്ന് പറയുന്നത്. ഗപ്പികൾ എന്ന് വിളിച്ചതിനേക്കാൾ കൂടുതൽ പേർ ഒരുപക്ഷെ ഇതിനെ സാരിവാലൻ എന്ന് വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് പേരിന് ഏകദേശം 40 രൂപയാണ് വില വരുന്നത്. പണ്ടൊക്കെ ഏതൊരു അക്വേറിയം ഷോപ്പിൽ ചെന്നാലും കിട്ടുന്ന ഒരു ഐറ്റം ആയിരുന്നു ഈ മിക്സ്ഡ് ഗപ്പികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഈ ഒരു ഐറ്റത്തെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോഴൊക്കെ അക്വേറിയം ഷോപ്പുകളിൽ ഹൈബ്രിഡ് ഗപ്പികളുടെ മിക്സ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും നമുക്കിനി ഈ മിക്സ്ഡ് ഗപ്പികളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. മിക്സ്ഡ് ഗപ്പികളുടെ ജന്മസ്ഥലം അവയുടെ പ്രകൃതിദത്തമായ ഉത്ഭവം വെച്ച് നോക്കിയാൽ തെക്കേ അമേരിക്കയും കരീബിയൻ മേഖലയുമാണ്. പ്രത്യേകിച്ച് വെനസ്വല, ട്രിനിഡാഡ്, ടൊബാഗോ, ബ്രസീൽ എന്നിവിടങ്ങളിലാണ്. എന്നാൽ ഇന്ന് നാം കാണുന്ന മിക്സ്ഡ് ഗപ്പി അല്ലെങ്കിൽ ഹൈബ്രിഡ് ഗപ്പികൾ പല ഇനങ്ങളെ തമ്മിൽ ഇണചേർത്ത് ഉണ്ടാക്കുന്നവയാണ്. മിക്സ്ഡ് ഗപ്പികൾ പോയ്സിലിഡേ എന്ന കുടുംബത്തിൽപ്പെട്ടവയാണ്. അതുപോലെ തന്നെ ഇവരുടെ വർഗം എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റയാണ്. വിവിധ തരം ഗപ്പികൾ തമ്മിൽ ഇണചേർത്തുണ്ടാകുന്ന സങ്കര ഇനങ്ങളെയാണ് സാധാരണയായി മിക്സ്ഡ് ഗപ്പികൾ എന്ന് വിളിക്കുന്നത്. മിക്സ്ഡ് ഗപ്പികൾ എന്ന് വിളിക്കുന്ന ഇവ ജനപ്രിയ ഉഷ്ണമേഖലാ മത്സ്യങ്ങളാണ്. വടക്ക് കിഴക്കൻ തെക്കേ അമേരിക്കയിലെ തീരദേശ അരുവികളാണ് ഇവരുടെ സ്വദേശം. വ്യത്യസ്ത നിറങ്ങളുടെയും പാറ്റേണുകളുടെയും വാലിന്റെ ആകൃതിയുടെയും മിശ്രിതം പലപ്പോഴും സങ്കര പ്രജനനത്തിന്റെ ഫലമാണ്. അപ്പൊ ആദ്യം നമുക്ക് അങ്ങനെ ഉള്ളവയൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തത് എന്ന് പറയുന്നത് വെയിൽ ടെയിൽ ആണ്. മലയാളത്തിൽ ഇതിനെ ഡെൽറ്റ കൊടിവാലൻ എന്ന് വിളിക്കും. അപ്പോൾ രണ്ടാമത്തത് ട്രയാങ്കിൾ ടെയിൽ ആണ്. മലയാളത്തിൽ ഇതിനെ വിശറിവാലൻ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തത് ഫാൻ ടെയിൽ ആണ്. മലയാളത്തിൽ ഇതിനെ സാഷ് കൊടിവാലൻ എന്നാണ് വിളിക്കുന്നത്. നാലാമത്തത് ഫ്ലാഗ് ടെയിൽ ആണ്. ചതുര കൊടിവാലൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അഞ്ചാമത്തത് റൗണ്ട് ടെയിൽ ആണ്. മലയാളത്തിൽ ഇതിനെ വട്ടവാലൻ എന്നാണ് വിളിക്കുന്നത്. ആറാമത്തത് പിൻ ടെയിൽ ആണ്. മലയാളത്തിൽ ഇതിനെ സൂചിവാലൻ എന്നാണ് വിളിക്കുന്നത്. ഏഴാമത്തത് സ്പിയർ ടെയിൽ ആണ്. മലയാളത്തിൽ ഇതിനെ തൂമ്പാവാലൻ എന്നാണ് വിളിക്കുന്നത്. എട്ടാമത്തത് സ്പെയ്റ്റ് ടെയിൽ ആണ്. മലയാളത്തിൽ ഇതിനെ ബാനർവാലൻ എന്നാണ് വിളിക്കുന്നത്. ഒമ്പതാമത്തത് ലോവർ സോഡ് ആണ്. മലയാളത്തിൽ ഇതിനെ കീഴ് വാൾവാലൻ എന്നാണ് വിളിക്കുന്നത്. പത്താമത്തത് അപ്പർ സോഡ് ആണ്. മലയാളത്തിൽ ഇതിനെ മുകൾ വാൾവാലൻ എന്നാണ് വിളിക്കുന്നത്. 11ാമത്തത് ഡബിൾ സോഡ് ആണ്. മലയാളത്തിൽ ഇതിനെ ഇരട്ട വാൾവാലൻ എന്നാണ് വിളിക്കുന്നത്. 12ാമത്തത് ലയർ ടെയിൽ ആണ്. മലയാളത്തിൽ ഇതിനെ ഇരട്ട വാൾവാലൻ എന്നാണ് വിളിക്കുന്നത്. 13ാമത്തത് ക്രൗൺ ടെയിലും 14ാമത്തത് സോളോ ടെയിലുമാണ്. ഇക്കാണുന്ന അവസാനത്തെ രണ്ടെണ്ണം സാധാരണയായി ഹൈബ്രിഡ് ഗപ്പികളിലാണ് കാണാറുള്ളത്. അലങ്കാര മത്സ്യങ്ങളിൽ ഏറെ പേരുകേട്ട ഒരു മത്സ്യമാണ് ഗപ്പി. മോളി, എൻഡിലർ മത്സ്യം എന്നിവ ഉൾപ്പെടുന്ന പോയ്സിലിഡേ എന്ന കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമാണ് ഗപ്പി. ഇതൊരു ഭംഗിയുള്ള ചെറിയ മത്സ്യമാണ്. കൊതുകുകളുടെ കൂത്താടികളെ തിന്നൊടുക്കാനായി ഇവയെ ജലാശയങ്ങളിൽ നിക്ഷേപിക്കാറുണ്ട്. ഇക്കാരണത്താൽ കൊതുക് നിയന്ത്രണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു മത്സ്യമാണിത്. എന്നാൽ വരാൽ, കാളാഞ്ചി തുടങ്ങിയ മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്നവർ അവയുടെ തീറ്റ ആവശ്യത്തിനായി ഗപ്പികളെ വളർത്താറുണ്ട്. സാധാരണ ഗപ്പികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് പല നിറങ്ങളും പാറ്റേണുകളും കാണാം. മിക്സ്ഡ് ഗപ്പികൾ സാധാരണയായി അല്പം കൂടി ഹാർഡിയാണ്. അതായത് ഇവയ്ക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. കാരണം ഇവയ്ക്ക് ഒന്നിലധികം വംശങ്ങളുടെ സവിശേഷതകളുണ്ട്. ഗപ്പികൾ വേഗത്തിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയാണ്. ഒരു മിക്സ്ഡ് ടാങ്കിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ഉള്ളവയായിരിക്കും. മിക്സ്ഡ് ഗപ്പികൾ എന്നത് പലതരത്തിലുള്ള നിറങ്ങളും ആകൃതികളും വാലുകളും ഉള്ള ഗപ്പികൾ തമ്മിൽ ഇണചേർന്നുണ്ടാകുന്നവയാണ്. ഇവയ്ക്ക് കൃത്യമായി ഒരു വംശാവലി പറയാൻ സാധിക്കുകയില്ല. കാരണം ഇവയിൽ പലതരം വംശങ്ങളുടെ ഗുണങ്ങൾ കാണപ്പെടുന്നു. ഒരു മിക്സ്ഡ് ഗപ്പി ഫാമിലി എന്നത് വിവിധ തരത്തിലുള്ള ഗപ്പികളെ ഒരുമിച്ച് വളർത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. പല നിറത്തിലും ആകൃതിയിലുമുള്ള ഗപ്പികളെ ഒരേ ടാങ്കിൽ വളർത്താം. ഇത് ടാങ്കിന് നല്ല ഭംഗി നൽകുന്നു. മിക്സ്ഡ് ഗപ്പികളിൽ പുള്ളികളുള്ളവ, വരകളുള്ളവ, വാലിൽ മാത്രം നിറങ്ങളുള്ളവ എന്നിങ്ങനെ പലതരം പാറ്റേണുകൾ ഒരേ ബാച്ചിൽ തന്നെ കാണാം. ഓരോ ഗപ്പിയും വ്യത്യസ്തമായിരിക്കും. നല്ല ആഹാരവും വൃത്തിയുള്ള വെള്ളവും നൽകിയാൽ ഇവയുടെ നിറം വർദ്ധിക്കും. മിക്സ്ഡ് ഗപ്പികൾക്ക് ഏറ്റവും മികച്ചതും സ്വാഭാവികവുമായ ഭക്ഷണമാണ് കൊതുക് കൂത്താടികൾ. കൊതുക് കൂത്താടികൾ ഗപ്പികൾക്ക് ഉയർന്ന പ്രോട്ടീൻ നൽകുന്നു. ഇത് അവയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കും നല്ല നിറത്തിനും സഹായിക്കും. ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളെ നശിപ്പിക്കാൻ ഗപ്പി വളർത്തലിലൂടെ സാധിക്കും. മിക്സ്ഡ് ഗപ്പികളുടെ പരമാവധി വലിപ്പം അവയുടെ ലിംഗഭേദത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പെൺഗപ്പികൾ ഏകദേശം 3 മുതൽ 7 സെന്റിമീറ്റർ വരെ വലിപ്പം വെക്കാം. എന്നാൽ ആൺമത്സ്യങ്ങൾ ഏകദേശം 1.5 മുതൽ 4 സെന്റിമീറ്റർ വരെ വലിപ്പം വയ്ക്കും. നല്ല ഭക്ഷണവും ആവശ്യത്തിന് സ്ഥല സൗകര്യവുമുള്ള സാഹചര്യത്തിൽ ഇവയ്ക്ക് പരമാവധി വലിപ്പത്തിൽ വളരാൻ സാധിക്കും. കേരളത്തിൽ മിക്സ്ഡ് ഗപ്പികൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ട്. പ്രത്യേകിച്ച് തുടക്കക്കാർക്കും കുറഞ്ഞ ചിലവിൽ അക്വേറിയം അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും. മിക്സ്ഡ് ഗപ്പികൾ വളരെ വേഗത്തിൽ പ്രജനനം നടത്തുന്നവയാണ്. ഒരു പെൺഗപ്പി സാധാരണയായി ഒരു പ്രസവത്തിൽ 20 മുതൽ 50 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകുന്നു. എന്നാൽ ഗപ്പിയുടെ വലിപ്പവും പ്രായവും
പ്രായവും അനുസരിച്ച് ഈ എണ്ണത്തിൽ മാറ്റം വരാം. ഒരു ഗപ്പി തന്റെ ആദ്യ പ്രസവത്തിലൂടെ കുറഞ്ഞത് 10 മുതൽ 20 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട്. എന്നാൽ മുതിർന്ന ഗപ്പികൾ ഒറ്റ പ്രസവത്തിലൂടെ തന്നെ 100-ലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. കൃത്യമായ ആഹാരവും അന്തരീക്ഷവും ഉണ്ടെങ്കിൽ ഓരോ 30 ദിവസത്തിലും ഗപ്പികൾ പ്രസവിക്കും. പ്രസവിച്ച ഉടൻ കുഞ്ഞുങ്ങളെ അമ്മമീൻ തിന്നുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഗപ്പിക്കുഞ്ഞുങ്ങളെ തള്ളമീനിൽ നിന്നും മാറ്റി വളർത്തുന്നതാണ് നല്ലത്. ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കുന്നതും ടാങ്കിൽ ധാരാളം ചെടികൾ ഇടുന്നതും കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ സഹായിക്കും. മിക്സ്ഡ് ഗപ്പികളുടെ ആയുസ് പൊതുവെ 1 മുതൽ 3 വർഷം വരെയാണ്. എങ്കിലും ശരിയായ പരിചരണത്തിലൂടെയും നല്ല ജലസാഹചര്യത്തിലൂടെയും ചില ഗപ്പികൾക്ക് 5 വർഷം വരെ ജീവിക്കാനായി സാധിക്കും. കേരളത്തിൽ പലയിടങ്ങളിലായി മിക്സ്ഡ് ഗപ്പികൾ വളർത്തുന്നുണ്ട്. പ്രധാനമായും കൊതുക് നിർമ്മാർജ്ജനത്തിനും അലങ്കാര മത്സ്യമായും ഇവയെ വീട്ടുവളപ്പിൽ വളർത്താറുണ്ട്. അതുപോലെ തന്നെ സാരിവാലൻ എന്നത് പൊതുവെ ഗപ്പി മീനുകളെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, പ്രത്യേകിച്ച് നീളമുള്ള വാലുള്ള ഇനങ്ങളെ. മിക്സ്ഡ് ഗപ്പി കേരളത്തിൽ വളരെ പ്രചാരമുള്ള അക്വേറിയം മത്സ്യമാണ്. എന്നാൽ ഇവയുടെ കൃഷി പലരും ഒരു ഹോബിയായും വരുമാന മാർഗമായും കൊണ്ടു നടക്കുന്നു. കേരളത്തിൽ വളരെ പ്രചാരമുള്ള അലങ്കാര മത്സ്യമായി വളർത്തുന്ന ചെറിയ മത്സ്യങ്ങളാണ് ഗപ്പികൾ. കുറഞ്ഞ ചെലവിൽ ചെറിയ ടാങ്കുകളിലോ കുളങ്ങളിലോ ഇവയെ വളർത്താം. ആൺഗപ്പികൾക്ക് വർണ്ണാഭമായ വാലുകളും പെൺഗപ്പികൾക്ക് വലിപ്പം കൂടുതലുമാണ് ഉള്ളത്. സാധാരണ മിക്സ്ഡ് ഗപ്പികൾക്ക് പുറമെ ആൽബിനോ, മോസ്കോ, ഡംബോയിയർ, റിബൺ, ഫുൾ റെഡ്, ബ്ലൂ ഡ്രാഗൺ തുടങ്ങിയ ഹൈബ്രിഡ് ഇനങ്ങളും കേരളത്തിൽ ലഭ്യമാണ്. ഇവയ്ക്ക് ആർട്ടീമിയ, മൊയ്ന, ചെറിയ പല്ലറ്റുകൾ എന്നിവ നൽകാം. കേരളത്തിൽ അക്വേറിയത്തിൽ വളർത്തുന്നവരും ഹോബിക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒന്നാണ് മിക്സ്ഡ് ഗപ്പി. ഗപ്പികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഗപ്പികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവയ്ക്ക് നീന്താൻ ആവശ്യത്തിന് വലിയ ടാങ്കുകളോ കുളങ്ങളോ ഉപയോഗിക്കുക. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റാനും അമോണിയ പോലുള്ളവ അടിഞ്ഞുകൂടാതെ ഫിൽട്രേഷൻ സംവിധാനം ഉറപ്പാക്കാനും ശ്രദ്ധിക്കുക. ജീവനുള്ള തീറ്റകളായ ആർട്ടിമിയ, കൊതുക് ലാർവകൾ കൂടാതെ ഗുണനിലവാരമുള്ള റെഡിമെയ്ഡ് തീറ്റകൾ എന്നിവ നൽകുക. ഇവ പെട്ടെന്ന് പ്രജനനം നടത്തുന്നവയാണ്. അതിനാൽ പെൺഗപ്പികൾ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ മാറ്റി വളർത്താൻ ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് നല്ലതാണ്. ഗപ്പികളെ വളർത്തുമ്പോൾ വെള്ളത്തിന്റെ താപനിലയും ഗുണനിലവാരവും ശ്രദ്ധിക്കുക. ഗപ്പികൾക്ക് വേണ്ടുന്ന ശരാശരി താപനില 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ടാപ്പിൽ നിന്നും നേരിട്ട് വരുന്ന വെള്ളം ഉപയോഗിക്കരുത്. 24 മണിക്കൂർ വെള്ളം മാറ്റിവെച്ച് ക്ലോറിൻ കളഞ്ഞ ശേഷം മാത്രം ടാങ്കിൽ ഒഴിക്കുക. ദിവസം 2 നേരം വളരെ ചെറിയ അളവിൽ മാത്രം ഭക്ഷണം നൽകുക. ഫ്ലേക്ക്, പല്ലറ്റുകൾ എന്നിവയ്ക്കൊപ്പം ഇടയ്ക്കിടയ്ക്ക് ജീവനുള്ള ആഹാരങ്ങളായ ആർട്ടിമിയ, കൊതുക് ലാർവ എന്നിവയും നൽകാം. തുടക്കക്കാർക്ക് ഗപ്പികളെ വളർത്തുന്നത് വളരെ എളുപ്പമാണ്. ഗപ്പികൾക്ക് ഒളിച്ചിരിക്കാനും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി വളരാനും ജാവാമോസ്, ഹോൺവോർട്ട്, ആമസോൺ സോഡ് തുടങ്ങിയ ചെടികൾ ടാങ്കിൽ നടാം. ചെറിയ പാറകളും ട്രൈവുഡുകളും വെക്കുന്നത് ടാങ്കിന് സ്വാഭാവിക ഭംഗി നൽകും. ഒരാൺ മത്സ്യത്തിന് 2 അല്ലെങ്കിൽ 3 പെൺഗപ്പികൾ എന്ന രീതിയിൽ ഇടുന്നത് ആൺഗപ്പികളുടെ ആക്രമണം കുറയ്ക്കാൻ സഹായിക്കും. പലതരം മിക്സ്ഡ് ഗപ്പികളെ ഒരുമിച്ച് വളർത്തുമ്പോൾ മികച്ച ഇനങ്ങളുടെ അരികിലേക്ക് ഗുണനിലവാരം കുറഞ്ഞവയെ ഇടുന്നത് ഒഴിവാക്കണം. ഇത് പുതിയ കുഞ്ഞുങ്ങളുടെ ഗുണനിലവാരം കുറയ്ക്കാൻ കാരണമാകും. കേരളത്തിലെ കാലാവസ്ഥയിൽ മിക്സ്ഡ് ഗപ്പികളെ വളർത്താൻ ഏറ്റവും അനുയോജ്യമാണ്. വർഷം മുഴുവൻ മിതമായ ചൂട് ലഭിക്കുന്നതിനാൽ ഇവയ്ക്ക് പ്രത്യേക ഹീറ്ററുകളുടെ ആവശ്യമില്ല. എന്നാൽ മഴക്കാലത്ത് വെള്ളത്തിന്റെ അസിഡിറ്റി മാറാനും അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതിനാൽ അക്വേറിയത്തിലെ വെള്ളം ഇടയ്ക്കിടെ മാറ്റുകയും ടാങ്കിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. കേരളത്തിൽ വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒന്നാണ് മിക്സ്ഡ് ഗപ്പി ഫാം. വിവിധ ഇനം ഗപ്പികളെ ഒരേ കുളത്തിലോ ടാങ്കിലോ ഇട്ട് വളർത്തുന്ന രീതിയാണിത്. പരിപാലിക്കാൻ എളുപ്പവും നല്ലൊരു വരുമാന മാർഗവുമാണിത്. വീടിന്റെ ടെറസിലോ മുറ്റത്തോ ഇവയെ വളർത്താം. സിമന്റ് ടാങ്കുകളിലോ പ്ലാസ്റ്റിക് ട്രേകളിലോ അല്ലെങ്കിൽ ചെറിയ കുളങ്ങളോ നിർമ്മിച്ച് ഗപ്പികളെ വളർത്താം. സാധാരണയായി ഗപ്പികളെ മലയാളത്തിൽ ഗപ്പികൾ എന്ന് തന്നെയാണ് അറിയപ്പെടാറുള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ ഇവയെ റെയിൻബോ ഫിഷ് അല്ലെങ്കിൽ മില്യൺ ഫിഷ് എന്നും അറിയപ്പെടാറുണ്ട്. അലങ്കാര മത്സ്യങ്ങളിൽ ഏറെ ജനപ്രിയമായ ഒന്നാണിത്. ഇപ്പൊ നമ്മുടെ മിക്സ്ഡ് ഗപ്പിയെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതിയൊരു ഫിഷിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.